السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു നമ്മെ ഇസ്ലാമിൻ്റെ നേരായ വഴിയിലൂടെ നയിക്കുകയും ശൈത്വാനിൽ നിന്ന് രക്ഷിക്കുകയും നമ്മുടെ ചാനലിന് തുടർച്ച നൽകുകയും ചെയ്യുമാറാകട്ടെ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനും നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനുമുള്ള അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇരുലോകത്തും വിജയിക്കുന്നവരായി ഉൾപ്പെടുത്തട്ടെ. ആമീൻ. കഴിഞ്ഞൊരു ഭാഗത്തിൽ നാം മനസ്സിലാക്കിയത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഈമാനുള്ള ഒരു യുവാവ് മസീഹു ദജ്ജാലിനെ നേരിട്ട കഥയാണ്. ദജ്ജാൽ പുറത്തു വന്നാൽ മുഅ്മിനീങ്ങളിൽ നിന്നൊരാൾ അവൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ അവൻ ആയുധധാരികളായ ദജ്ജാലിൻ്റെ കാവൽക്കാരെ കണ്ടുമുട്ടും. കാവൽക്കാർ അവനോട് ചോദിക്കും, നീ എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹം മറുപടി കൊടുക്കും, ഞാൻ ഈ പുറത്തു വന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കും, നീ ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കുന്നില്ലേ? അപ്പോൾ അദ്ദേഹം മറുപടി പറയും, നമ്മുടെ റബ്ബിനെ കുറിച്ച് ഒന്നും മറക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ കാവൽക്കാർ പറയും, അവനെ കൊല്ലുക. പക്ഷേ അവരിൽ ചിലർ പറയും, നമ്മുടെ യജമാനൻ അഥവാ റബ്ബ് നമ്മോട് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ആരെയും കൊല്ലുന്നത് വിലക്കിയിട്ടില്ലേ? അങ്ങനെ അവർ അവനെ ദജ്ജാലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ദജ്ജാലിനെ കണ്ട ഉടനെ അദ്ദേഹം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കും, ഓ ജനങ്ങളെ, ഇതാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ച ദജ്ജാൽ. അപ്പോൾ ദജ്ജാൽ അവൻ്റെ തല തകർക്കാൻ ആവശ്യപ്പെടും. അങ്ങനെ അവൻ്റെ വയറിലും പിരടിയിലും അടിക്കും. ഇപ്പോൾ നീ എന്നിൽ വിശ്വസിക്കുന്നില്ലേ എന്ന് ദജ്ജാൽ അവനോട് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയും, നീ ഒരു വ്യാജ മസീഹാണ്. അപ്പോൾ ദജ്ജാൽ അവൻ്റെ മുടിയുടെ പിളർപ്പ് മുതൽ കാൽ വരെ രണ്ടായി പിളർത്തും. എന്നിട്ട് അതിനിടയിലൂടെ നടക്കും. എന്നിട്ട് എഴുന്നേറ്റ് നിൽക്കൂ എന്ന് അവനോട് കൽപ്പിക്കും. അപ്പോൾ അവൻ പൂർവസ്ഥിതിയിലേക്ക് മാറും. എന്നിട്ട് ചോദിക്കും, നീ ഇപ്പോൾ എന്നിൽ വിശ്വസിക്കുന്നില്ലേ? അപ്പോൾ അദ്ദേഹം പറയും, ഇപ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിലാകുക മാത്രമാണ് ചെയ്തത്, നീ ദജ്ജാലാണെന്ന്. അപ്പോൾ ദജ്ജാൽ അവനെ കൊല്ലാൻ ശ്രമിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല ആ മുഅ്മിനായ വ്യക്തിയുടെ കഴുത്ത് ചെമ്പായി മാറ്റും. അങ്ങനെ ദജ്ജാൽ അവനെ കൊല്ലാൻ സാധിക്കാത്തത് കൊണ്ട് അവനെ വായുവിലേക്ക് എറിയും. ജനങ്ങൾ കരുതും അവനെ നരകത്തിലേക്ക് എറിഞ്ഞുവെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം സ്വർഗത്തിലേക്കായിരുന്നു എറിയപ്പെട്ടത്. അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും ഉത്തമനായ ഷഹീദ് ഇദ്ദേഹമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നാം കേട്ടതും മനസ്സിലാക്കിയതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സ്വഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തോടെയാണ്. ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ വീഡിയോയുടെ സ്വഹീഹായ ഹദീസ് റിയാദുസ് സ്വാലിഹീനിലെ 1815 ഹദീസാണ്. ഹദീസിൻ്റെ അർത്ഥം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.